അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 8 ചൊവ്വാഴ്ച. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തിൽ സാമ്പത്തിക മാന്ദ്യ ഭീഷണി ഭയന്ന് നിക്ഷേപകർ ഓഹരികൾ കൂട്ടത്തോടെ വിറ്റൊഴിക്കാൻ തുടങ്ങിയതോടെ ആഗോള ഓഹരി വിപണികളിൽ വൻ തകർച്ച. ന്യൂയോർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ 3% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കനത്ത ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഫ്രാങ്ക്ഫർട്ട് വിപണിയിൽ 10% ഇടിവ് രേഖപ്പെടുത്തി. ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് 13.2% ഇടിഞ്ഞത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് ഇത്തരമൊരു നഷ്ടം രേഖപ്പെടുത്തുന്നത്. തായ്പേയ് ഓഹരി വിപണി 9.7%, ടോക്കിയോ വിപണിയിൽ 8% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ചൈനയിലെ CSI 300 ബ്ലൂ ചിപ്പ് സൂചിക 4.5% താഴ്ന്നു. മലേഷ്യൻ സൂചികകൾ 16 മാസത്തിലെ താഴ്ന്ന നിലവാരത്തിൽ എത്തി. 4% അധികമാണ് ഇടിവ്. തൈവാൻ വിപണിയിൽ 10% തകർച്ചയുണ്ടായി. ഇതോടെ സഹസ്ര കോടികളാണ് ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളിൽ നിന്ന് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. ഡൊണാൾഡ് ട്രംപ് തത്തുല്യ ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ചതിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ധനികർക്കുണ്ടായത് 50,000 കോടി ഡോളറിലധികം നഷ്ടം. US ഓഹരി വിപണികളിൽ 5 ലക്ഷം കോടി ഡോളറിന്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. $302 ബില്യൺ ഇലോൺ മസ്കിന്റെ ആസ്തി കുറഞ്ഞു. $130 ബില്യൺ നഷ്ടമാണ് മസ്കിനുണ്ടായത്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിനാണ് രണ്ടാമത്തെ വലിയ നഷ്ടം. ആസ്തി $45.2 ബില്യൺ കുറഞ്ഞ് $193 ബില്യൺ ഡോളറിലെത്തി. ആൽഫബറ്റ് സഹസ്ഥാപകൻ ലാറി പേജിന് $34.6 ബില്യൺ നഷ്ടമായത്. മാർക്ക് സക്കർബർഗിന് $28.1 ബില്യൺ നഷ്ടമുണ്ടായി. ഓഹരി വിപണിയിലെ വൻ ഇടിവ് മൂലം മുകേഷ് അംബാനി, ഗൌതം അദാനി, സാവിത്രി ജിൻഡാലും കുടുംബവും ശിവ് നാഡാർ തുടങ്ങിയവരുടെ മൊത്തം ആസ്തിയിൽ $1,030 കോടി നഷ്ടമാണ് ഉണ്ടായത്. ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയായ മുകേഷ് അംബാനിയുടെ ആസ്തി $3.6 ബില്യൺ കുറഞ്ഞ് $87.7 ബില്യൺ ഡോളറിലെത്തി. രണ്ടാമത്തെ ധനികനായ ഗൌതം അദാനിയുടെ ആസ്തി $3 ബില്യൺ കുറഞ്ഞ് $57.3 ബില്യൺ ഡോളറായി. മൂന്നാം സ്ഥാനത്തും ആഗോളതലത്തിൽ 45-ാം സ്ഥാനത്തുമുള്ള സാവിത്രി ജിൻഡാലും കുടുംബവും ആസ്തിയിൽ $2.2 ബില്യൺ നഷ്ടം നേരിട്ടു. അവരുടെ ആസ്തി $33.9 ബില്യൺ കുറഞ്ഞു. ശിവ് നാഡാറിന്റെ ആസ്തി $1.5 ബില്യൺ കുറഞ്ഞ് $30.9 ബില്യൺ ഡോളറായി. പ്രതിഷേധങ്ങൾക്കിടയിലും ചൈനയ്ക്കെതിരെ 50% അധിക നികുതി കൂടി പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 ദിവസം മുൻപാണ് US ഉൽപ്പന്നങ്ങൾക്ക് 34% നികുതി ചൈന പ്രഖ്യാപിച്ചത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 34% നികുതി US പ്രഖ്യാപിച്ചതിന് പകരമായാണ് ചൈന USനെതിരെ പകരച്ചുങ്കം പ്രഖ്യാപിച്ചത്. ഇതിനു പുറമെ എല്ലാ രാജ്യങ്ങൾക്കും 10% അടിസ്ഥാന നികുതി ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ചൈനയ്ക്കാകെ ചുമത്തുന്ന നികുതി 94% ഉയരും. US ചുമത്തിയ 26% തീരുവയ്ക്ക് പ്രതികാര നടപടി വേണ്ടെന്ന് ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചതായി റിപ്പോർട്ട്. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തൊഴിൽ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും തീരുമാനമാകാതെ ആശാസമരം. ഓണറേറിയം കൂട്ടണമെന്നതടക്കം 5 പ്രധാന ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം സമരസമിതി നേതാക്കൾ മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകി. ആരോഗ്യമന്ത്രിയോട് സംസാരിക്കാമെന്നാണ് തൊഴിൽ മന്ത്രിയുടെ ആശ്വാസവാക്ക്. അതിനിടെ വേതന വർധന പഠിക്കാൻ സമിതിയെ നിശ്ചയിക്കാമെന്ന തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് ആരോഗ്യമന്ത്രി പ്രതികരിച്ചു. സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ വ്യായാമം ഉറപ്പുവരുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കുന്നത്. 8ാം ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സബ്ജക്ട് മിനിമം നേടാത്തവർ 21% പേരെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി.
ആകെ 3,98,181 വിദ്യാർത്ഥികളാണ് 8ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. അതിൽ ഒരു വിഷയത്തിലെങ്കിലും ഇ ഗ്രേഡ് ലഭിച്ചവരുടെ എണ്ണം 86,309 എന്നാണ് കണക്ക്. അതേസമയം ഒരു വിഷയത്തിലും മിനിമം മാർക്ക് നേടാൻ സാധിക്കാത്ത 5,500 വിദ്യാർത്ഥികളും 8ാം ക്ലാസ്സിലുണ്ട്. ഏപ്രിൽ 8 മുതൽ 24 വരെ ഈ കുട്ടികൾക്ക് അതത് വിഷയങ്ങളിൽ അധിക പിന്തുണ ക്ലാസ് നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. മുനമ്പം വിഷയം വലിച്ചുനീട്ടി വഷളാക്കിയത് സംസ്ഥാന സർക്കാരെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. മുനമ്പം വിഷയത്തിൽ അവിടുത്തെ ജനങ്ങളോട് എല്ലാ മുസ്ലിം സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്. ഈ സന്ദർഭത്തിൽ കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങളുമായി വന്നിരുന്നെങ്കിൽ വർഗീയമായി ജനങ്ങളെ വിഭജിക്കാതെ വിഷയം രമ്യമായി പരിഹരിക്കാമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുനമ്പത്ത് NDA നാളെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച അഭിനന്ദൻ സഭ മാറ്റിവച്ചതായി സംഘാടകർ. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനത്തിന് നാളെ എത്തില്ലെന്നും എന്നാൽ ഈ ആഴ്ച തന്നെ അദ്ദേഹം മുനമ്പത്ത് എത്തുമെന്നും BJP നേതാക്കൾ അറിയിച്ചു. വഖഫ് ഭേദഗതി നിയമം പാസാക്കിയ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് മുനമ്പം സമരക്കാർ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ പ്രസംഗത്തിൽ കേസെടുക്കാൻ സാധിക്കില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. മലപ്പുറം ചുങ്കത്തറയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിലാണ് പോലീസ് നിയമോപദേശം തേടിയത്. വെള്ളാപ്പള്ളി നടേശൻ ഏത് വിഭാഗത്തെയാണ് ആക്ഷേപിച്ചതെന്ന് പ്രസംഗത്തിൽ വ്യക്തതയില്ലെന്നതാണ് കേസെടുക്കാൻ സാധിക്കില്ലെന്നതിന് കാരണമായി ലഭിച്ച നിയമോപദേശം. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി നടൻ ശ്രീനാഥ് ഭാസി പിൻവലിച്ചു. കേസ് അന്വേഷിക്കുന്ന എക്സൈസ് സംഘം നിലവിൽ താരത്തെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷ പിൻവലിച്ചത്. നടന്റെ ഹർജി ഈ മാസം 22-ന് പരിഗണിക്കാൻ ഹൈക്കോടതി നേരത്തെ മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അപേക്ഷ പിൻവലിച്ചത്. കൊല്ലം കോട്ടുക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൽ RSS ഗണഗീതം പാടിയെന്ന പരാതിയിൽ കേസെടുത്ത പോലീസ്. കോട്ടുക്കൽ സ്വദേശി പ്രതിൻ രാജിന്റെ പരാതിയിൽ കടയ്ക്കൽ പോലീസാണ് കേസെടുത്തത്. നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് എന്ന ഗാനമേള ട്രൂപ്പിലെ പാട്ടുകാരാണ് കേസിൽ ഒന്നാം പ്രതി. ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾക്കെതിരെയും ഉത്സവ കമ്മിറ്റിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഫെമ കേസിൽ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ 5 മണിക്കൂറിലേറെ നേരം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ED ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞെന്ന് ഗോകുലം ഗോപാലൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വാഹക കപ്പലുകളിലൊന്നായ MSC തുർക്കി ഇന്ന് വിഴിഞ്ഞം ബർത്തിൽ എത്തും. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പലിന്റെ വിഴിഞ്ഞത്തേക്കുള്ള വരവ് ഇന്ത്യൻ സമുദ്ര വ്യാപാരത്തിന് ഒരു പ്രധാന നാഴികക്കല്ലായാണ് വിലയിരുത്തപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന K-സ്മാർട്ട് വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് പൂർണ്ണ സജ്ജമാകും. ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ, വസ്തുനികുതി, കെട്ടിട നിർമ്മാണ പെർമിറ്റ് തുടങ്ങിയ എല്ലാ സേവനങ്ങളും K-സ്മാർട്ട് പോർട്ടലിലൂടെ ലഭിക്കും. ഏപ്രിൽ 10 മുതൽ പഞ്ചായത്തുകളിലും സേവനമെത്തും. ഗോഡ്സെയെ പ്രകീർത്തിച്ച വിവാദത്തിലായ ഷൈജ ആണ്ടവൻ യുവജന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ കാലിക്കറ്റ് NITയിൽ ഡീനായി ചുമതലയേറ്റു. ഷൈജ ആണ്ടവന്റെ നിയമനത്തിനെതിരെ SFIയും യൂത്ത് കോൺഗ്രസും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. 20ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറത്ത് 5ാം പ്രസവം വീട്ടിൽ നടത്തി രക്തം വാർന്ന യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീൻ കസ്റ്റഡിയിൽ. പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ നിന്ന് മലപ്പുറം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ ഇയാളെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി. സിറാജുദ്ദീനെ പ്രതിയാക്കി കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് രക്തം വാർന്ന യുവതി മരിച്ചത് മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് തുല്യമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ വർത്തമാനകാലത്ത് ചില തെറ്റായ പ്രവണതകൾ കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നത് അനഭിലഷണീയമായ കാര്യമാണെന്നും കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായ ഒരു അമ്മയുടെ മരണം തികച്ചും നിർഭാഗ്യകരമാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അഴിമതി കേസിൽ വനം വകുപ്പ് പാലോട് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ഇരുതലമൂരിയെ കടത്തിയ കേസിലെ പ്രതികളിൽ നിന്നും 1.75 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ
മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ്. വനം വകുപ്പിലെ സ്ഥലം മാറ്റത്തിനായി ലേലം വിളി ഗൂഢാലോചനയിൽ സംശയ നിഴലിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് സുധീഷ് കുമാർ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതിയായ IB ഉദ്യോഗസ്ഥൻ സുകാന്ത് സുരേഷിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി തിരുവനന്തപുരം സിറ്റി DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ്. സുകാന്തിനെ പിടിക്കാനുള്ള എല്ലാ ശ്രമവും നടക്കുന്നുണ്ട്. പെട്ടെന്നുള്ള പ്രകോപനമാണ് ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നും പ്രതി മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും DCP മാധ്യമങ്ങളോട് സംസാരിക്കവെ പറഞ്ഞു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സിവിൽ തർക്കങ്ങളെ ഗുരുതര വകുപ്പുള്ള ക്രിമിനൽ കേസുകളാക്കി മാറ്റുന്ന നടപടിയിൽ UP പോലീസിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് സുപ്രീംകോടതി. UPയിൽ നിയമവാഴ്ച പരിപൂർണമായി തകർന്നുവെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു. സിവിൽ തർക്കം തീരാൻ വർഷങ്ങളെടുക്കുന്നതിനാലാണ് ക്രിമിനൽ കേസാക്കിയതെന്ന് പറഞ്ഞതോടെയാണ് ചീഫ് ജസ്റ്റിസ് വാക്കുകൾ കടുപ്പിച്ചത്. ഇത്തരം രീതികൾ ആവർത്തിച്ചാൽ പോലീസിന് പിഴയിടുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ 2 രൂപ വർദ്ധിപ്പിച്ചു. ചില്ലറ വിൽപ്പനയെ ബാധിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം. അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ കൂട്ടിയ എക്സൈസ് ഡ്യൂട്ടി കമ്പനികളിൽ നിന്ന് ഈടാക്കും. ബലാത്സംഗ കേസിൽ ജയിലിലായിരുന്ന ആൾദൈവം ആസാറാം ബാപ്പുവിന്റെ ഇടക്കാല ജാമ്യം നീട്ടി നൽകി രാജസ്ഥാൻ ഹൈക്കോടതി. 2013 13കാരിയെ പീഡിപ്പിച്ച കേസിൽ ജീവപര്യന്തം തടവിൽ കഴിയുന്നതിനിടെയാണ് ജാമ്യം ലഭിച്ചത്. ആരോഗ്യ സംബന്ധമായ കാരണങ്ങൾ കണക്കിലെടുത്ത് ചികിത്സയ്ക്ക് വേണ്ടിയാണ് ജാമ്യം അനുവദിച്ചിരുന്നത്. പശ്ചിമബംഗാളിലെ അധ്യാപക റിക്രൂട്ട്മെന്റ് നടപടികൾ റദ്ദാക്കിയത് ശരിവച്ച സുപ്രീംകോടതി ഉത്തരവിന് പിന്നാലെ ജുഡീഷ്യറിയെ വിമർശിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി. വ്യാപക ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ബംഗാൾ ഹൈക്കോടതി 25,000 അധ്യാപക അനധ്യാപക നിയമനങ്ങൾ റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി വിധി ശരിവയ്ക്കുന്ന വിധിയാണ് സുപ്രീംകോടതിയിൽ നിന്നുണ്ടായത്. മുംബൈ ഭീകരാക്രമണ കേസിൽ ഇന്ത്യ തേടുന്ന പാക് വംശജനായ കനേഡിയൻ പൌരൻ തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാമെന്ന് US സുപ്രീംകോടതി. ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് തഹാവൂർ റാണ നൽകിയ അടിയന്തര ഹേബിയസ് കോർപ്പസ് ഹർജി US സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്സ് തള്ളി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരുമിച്ച് നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കിയതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. തിങ്കളാഴ്ച വൈറ്റ് ഹൌസ് സന്ദർശിച്ച നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ഇത് ഏത് സാഹചര്യത്തിലാണ് വാർത്താ സമ്മേളനം റദ്ദാക്കിയതെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിട്ടില്ല. IPLൽ ഇന്നലെ നടന്ന അവസാന ഓവറിലേക്ക് നീണ്ട ത്രില്ലർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 12 റൺസിന് മുട്ടുകുത്തിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് 67 റൺസെടുത്ത വിരാട് കോഹ്ലിയുടെയും 64 റൺസെടുത്ത രജത് പട്ടിദാറിന്റെയും 40 റൺസെടുത്ത ജിതേഷ് ശർമ്മയുടെയും മികവിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 221 റൺസെടുത്തു. കൂറ്റൻ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈക്ക് 56 റൺസെടുത്ത തിലക് വർമ്മയും 15 പന്തിൽ 42 റൺസെടുത്ത ഹാർദിക് പാണ്ഡ്യയും വിജയപ്രതീക്ഷ നൽകിയെങ്കിലും 9 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. 45 റൺസ് വഴങ്ങി 4 വിക്കറ്റുകൾ വീഴ്ത്തിയ കൃണാൽ പാണ്ഡെയുടെ പ്രകടനമാണ് ബംഗളൂരുവിന് കരുത്തായത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.